ശാരീരികവും മാനസികവും സാമൂഹ്യപരമായ പരിപൂർണ സുസ്ഥിതിയാണ് ആരോഗ്യമെന്ന് WHO പറഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും ക്രമങ്ങൾ ആ അവസ്ഥയിലേക്ക് എത്താൻ നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ട ഒരവസ്ഥയിൽ 530 ഡെയിലി ബേസിസിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ആതുര സ്ഥാപനങ്ങളും ഒരു ദിവസം 2,75,000 പേർ അതിൻ്റെ ബെനിഫിഷ്യറി അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു സാമൂഹ്യ പ്രവർത്തനമുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ വളർന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ബഹ്റിൻ ബേസുള്ള ബഷീർ ഉസ്മാൻ്റെ ഒരു വീട്ടിൽ തുടങ്ങിയ തണൽ ഈ നിലയിലെത്തുമെന്ന് ഡോക്ടർ വി ഇദ്രീസ് അന്നത്തെ ഒരു അവസ്ഥയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒരിക്കലും. ഞാനെന്നല്ല, ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളും ആലോചനക്ക് പോലും അപ്പുറത്തുള്ള ഒരു സംഗതിയാണത്. 2008 തണൽ ആരംഭിക്കുന്നത്. 2002 തന്നെ പാലിയേറ്റീവിൽ സജീവമായിരുന്നു. പ്രയാസം അനുഭവിക്കുന്ന ക്യാൻസർ അടക്കമുള്ള പേഷ്യൻസിന്റെ വീട്ടിലേക്ക് എത്തി അവർക്ക് വേണ്ട സംഗതിയൊക്കെ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോസസ്സ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഹോം കെയർ എന്നൊക്കെ പറയുന്നത്. ഡോക്ടർ, നഴ്സ്, വോളണ്ടിയേഴ്സ് ഒക്കെ വീട്ടിലേക്ക് പോകും. അങ്ങനെയുള്ള ആ യാത്രയിൽ കണ്ട ചില യാഥാർത്ഥ്യങ്ങൾ, കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത രോഗികളായ മനുഷ്യരെ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് ചുറ്റുവട്ടത്തുള്ളൊരു അഗതി മന്ദിരങ്ങളും വൃദ്ധസദനങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. പക്ഷെ കേരളത്തിൽ ആ സമയത്ത് തന്നെ 100-ലധികം സെന്റേഴ്സ് ഉണ്ടായിരുന്നു, വൃദ്ധസദനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആരും രോഗികളെ സ്വീകരിക്കില്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് 2008 ഇത്തരം ഒരു പ്രോസസ്സിലേക്ക് ആരംഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ കുറേ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി, കുറച്ച് 10-15 ആളുകളെ സ്വീകരിക്കുക എന്നുള്ള ഒരു സംഗതിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട് ഇതിലേക്ക് വിട്ടുതരികയും, അദ്ദേഹം ബഹ്റിനിലുള്ള ആളായിരുന്നു, അത് വിട്ടുതരികയും അവിടെ വെച്ച് 2008 ആദ്യത്തെ ഒരു ഇൻമേറ്റിന് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു കണ്ണൂർ സ്വദേശിയെ സ്വീകരിച്ചിട്ടൊക്കെ ആരംഭിക്കുന്നത്. പക്ഷെ പിന്നീടാണ് അതിന്റെ കോലവും സംഗതിയൊക്കെ മാറുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഇതിലേക്ക് വരുന്നത്, അപ്പൊ അതിനു മുമ്പ് നമ്മളെ ഒരു മനുഷ്യനെ രൂപപ്പെടുന്നത് അവന്റെ വളരെ ചെറുപ്പത്തിലായിരിക്കാം എന്ന് പറയാറുണ്ട്. അപ്പൊ ഡോക്ടറുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരവസ്ഥ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? അതായത് യഥാർത്ഥത്തിൽ അതൊരു ഒരു ഇൻഡിവിജ്വലിന്റെ ആക്ടിവിറ്റി അല്ല. ഒരു ഇൻഡിവിജ്വലിനെ നടത്താൻ കഴിയുന്ന അതൊക്കെ ഒരു വിപ്ലവത്തിന്റെ പാതി വിജയം സ്വപ്നം കാണുക എന്ന് പറയലുണ്ട്. ഈ സ്വപ്നം കണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് ഇൻഡിവിജ്വലിന്റെ ഇടയിലായിരിക്കും. താങ്കൾ അല്ലെങ്കിൽ വേറൊരാൾ താങ്കളോട് വന്ന് പറഞ്ഞിട്ടാകാം. അങ്ങനെ ഒരു വിത്ത് വിതയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് സംഭവിച്ചതെന്നാണ്? യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത്, ഞാൻ MBBS കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് 96 2002 MBBS കഴിഞ്ഞിറങ്ങുമ്പോൾ ആ ഒരു ജീവിതം, പിന്നെ സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ നിന്ന് ജീവിച്ചു വന്നൊരു ചുറ്റുപാട്, അത് നമ്മുടെ ഒരു സംഗതി അങ്ങനെയായിരിക്കുമല്ലോ. മനുഷ്യൻ മലയാളി എന്ന് പറയുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ആളുകളുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടും കൊടുത്തൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു താഴേക്കടയിൽ നിന്നൊക്കെ ഉയർന്നു വന്ന ഒരാളാണ് ഞാൻ. മീൻസ് ഇൻ ദ സെൻസ് വീട്ടിലുള്ള പ്രാരാബ്ദവും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ട് തന്നെ വന്നപ്പോഴുണ്ടായ ഒരു തിരിച്ചറിവും, ആ തിരിച്ചറിവിൽ ഒരുമിച്ച് മനുഷ്യൻ അങ്ങനെയാണ്, ഒരു സാമൂഹ്യ ജീവിയല്ലേ, അവന് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവനിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന ഒരു സംഗതിയും ആ ഒരു പ്രയാസമൊക്കെ കാണുന്നു. പ്ലസ് ആരോഗ്യ മേഖലയിലുള്ള രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രയാസപ്പെടുന്നത് ഒരു അസുഖം വരുമ്പോഴായിരിക്കും. ആ അസുഖം വരുന്ന സമയത്ത് ഒരാളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ എന്ന് വല്ലാതെ പ്രതീക്ഷിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ ആ കോഴിക്കോട് നിന്ന് കണ്ട കുറേ യാഥാർത്ഥ്യങ്ങളായിരുന്നു പുറത്തിറങ്ങിയ പാടെ പാലിയേറ്റീവ് കോഴ്സ് ചെയ്യാനും. പാലിയേറ്റീവിലൂടെ പിന്നെ ഇറങ്ങിയപ്പോഴാണ് മനുഷ്യൻ്റെ പ്രയാസങ്ങൾ നേരിട്ട് കാണുന്നത്. ആ പ്രയാസങ്ങളിൽ ഒരു കാര്യം കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു, റെമഡി ഇല്ലാത്തൊരു സംഗതിയൊന്നും ദൈവം തമ്പുരാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. റെമഡി ആരെ, റെമഡി എന്തേ എന്നുള്ളതാണ്. സൊല്യൂഷൻ ഇല്ലാത്തൊരു സംഗതിയും കാണാറില്ല. ആ സൊല്യൂഷൻ ചിലപ്പോൾ സമൂഹമായിരിക്കും, ചിലപ്പം അയൽപ്പക്കായിരിക്കും, ചിലപ്പോൾ അയാൾ തന്നെയായിരിക്കും. രോഗം എന്നത് രോഗിയുടെയും കുടുംബത്തിൻ്റെയും മാത്രമല്ല, അത് സമൂഹത്തിൻ്റെത് കൂടിയാണ്. ആ ബാധ്യത എന്ന തിരിച്ചറിവിന് പുറത്ത് ആളുകളുടെ മുന്നിലേക്ക് സമീപിച്ചപ്പോഴാണ് ഒരു ഹ്യൂജ് റെസ്പോൺസ് ഇതിൻ്റെ കൂടെ വന്നത്. വ്യത്യസ്ത ജാതി മത ഒരു കൺട്രോളും ഇല്ലാത്ത ഒരു ഹ്യൂജ് സോഷ്യൽ പ്രതീക്ഷകൾ ഇതിൻ്റെ കൂടെ കൂടിയപ്പോഴാണ്, അത്തരമൊരു സൗകര്യം ലഭിച്ചപ്പോഴാണ് ഇത് പിന്നെ